स्टैंड अप, स्टैंड अप प्लीज। कितने प्रकार का ड्रिल होता है? दो टाइप। नंबर 1 ओपन ड्रिल, सिट डाउन। 2 टाइप का, ठीक है, एक ओपन ड्रिल और एक क्लोज ड्रिल। ഏലൂർ 22 കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ ആലുവ ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ NCC ക്യാമ്പ് ആരംഭിച്ചു. ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോഷി പുതുവ ഉദ്ഘാടനം ചെയ്തു. Our professionals are as responsible citizens. With these words, I proudly declare that NCC training program is inaugurated. May this event inspire each cadet to train well, uphold the justice, and uphold the values of integrity and patriotism. So my dear students, my dear parents, now the atmosphere is good, and the tranquility of this atmosphere, you have to rise up, start fresh, see bright opportunity in each way. With these words, I conclude once again on behalf of Bharat Mala School of Legal Studies. May God bless you, the entire family of this institute. Welcome you cordially and thank you so much. 22 കേരള ബറ്റാലിയൻ്റെ കീഴിലുള്ള 35ഓളം വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലെ 500ഓളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ NCC കേഡറ്റുകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ NCC കേഡറ്റുകൾക്ക് പലതരത്തിലുള്ള ഡ്രില്ലുകൾ, അതുപോലെ തന്നെ ആയുധ പരിശീലനങ്ങൾ, പല വിഷയങ്ങളിൽ പലവരുമായുള്ള ക്ലാസ്സുകൾ തുടങ്ങിയതാണ് ഈ 10 ദിവസത്തെ NCC ക്യാമ്പിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ക്യാമ്പ് കമാൻഡർ കേണൽ വിക്രാന്ത് അധികാരി നൽകിയിട്ടുള്ളതാണ്. क्लोज ड्रिल कहाँ करते हैं? ड्रिल 2 प्रकार का होता है, एक ओपन ड्रिल है, एक क्लोज ड्रिल। ओपन ड्रिल उसने बता दिया, क्लोज ड्रिल क्या? ओपन ड्रिल कहाँ करते हैं? खुले इलाके में, मतलब जहां खुला हो। और क्लोज ड्रिल ये मारतो मार। मैप कितने प्रकार के होते हैं? 7 या 6 टाइप। क्लियर? ओके। जो मिलिट्री इंडियन आर्मी जो मैप यूज करती है उसका क्या नाम है? कोई भी एसडी? इंडियन आर्मी कोई भी जो मैप यूज करती है उस मैप का क्या नाम है? 6 टाइप के मैप होते हैं, आपको नाम बता दिए जाएंगे। बट इंडियन आर्मी, हमारा फोकस है कि इंडियन आर्मी कौन सा मैप यूज करती है, उसको क्या बोलते हैं, क्या नाम है उसका? ഞാൻ ക്യാപ്റ്റൻ ഡോക്ടർ ഡിനോ വർഗീസ്, 22 കേരള ബറ്റാലിയൻ്റെ കീഴിൽ അല്ലമീൻ കോളേജിലെ അസോസിയേറ്റ് NCC ഓഫീസറാണ്. NCC ചേർന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. മെയിനായിട്ട് അവരെ ഫസ്റ്റ് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആണ്. അതിനുശേഷം കുട്ടികളെ നല്ല പൗരന്മാരാക്കി NCC കാഡറ്റാക്കി മാറ്റുക, നല്ല പൗരന്മാരാക്കി മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് NCC നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു കുട്ടി NCCയിൽ ചേർന്ന് കഴിയുമ്പോൾ ആ കുട്ടിക്ക് പല ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, സ്പെഷ്യൽ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, ട്രക്കിംഗ് ക്യാമ്പ്, ആർമി അറ്റാച്ച്മെൻറ്റ് ക്യാമ്പ്, അങ്ങനെ പല നാഷണൽ ക്യാമ്പുകൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കമ്പൈൻഡ് ആനുവൽ ട്രെയിനിങ് ക്യാമ്പ്, നമ്മുടെ ബറ്റാലിയനിൽ നടക്കുന്ന ക്യാമ്പുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ മൗലങ്കർ ഷൂട്ടിംഗ് ക്യാമ്പ്. ഈ കുട്ടികൾക്കെല്ലാം ഒരു റൈഫിൾ എടുത്ത് ഫയർ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് NCCയിലൂടെയാണ്. അതുപോലെ തന്നെ പാരാസെയിലിംഗ്, പാരാഗ്ലൈഡിംഗ്, ഇതെല്ലാം ഈ NCCയിലൂടെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തൽസൈനിക് ക്യാമ്പ്, റിപ്പബ്ലിക് ഡേ പരേഡ് എന്നീയിടങ്ങളിൽ കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്.
അതിലൂടെ ഈ കുട്ടികൾക്ക് ഗ്രേസ് മാർക്കുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സാധ്യതകൾ വളരെ ഏറെയാണ്. ഇന്ത്യയിൽ 3 സേനകളിലായിട്ടാണ് NCC കുട്ടികൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. Hello, I wish you happy Onam. Okay, so on 4th we will celebrate Onam in this camp, okay? I hope you all have got the Onam attire. Have you got it? Girls have got your dress? The sari? Good. Chalo, wish you all the very best. Good. So, happy? So for next few days till 7th morning, we will be undergoing this annual training camp. Okay? So I will give you certain points which you need to keep in your mind while undergoing this camp. The first one is, don't get injured, don't fall sick, take care of yourself. Okay? എക്സ്പീരിയൻസ് വരാൻ നമ്മുടെ നേഷന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് NCC. NCCയുടെ മോട്ടോ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. സോ നമ്മളെല്ലാവരും കൂടി വരുമ്പോൾ നമുക്കൊരു ഒത്തൊരുമ, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാഷണൽ ലെവൽ ക്യാമ്പൊക്കെ ഉണ്ട്, NIC ക്യാമ്പ്, അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുമ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേൾഡാണ്. നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ലോകത്ത് നിന്ന് കുറച്ച് റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി അതെ ഭയങ്കര വ്യത്യാസമാണ്. പോരാത്തതിന് കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആവാനും കുറച്ചുകൂടി ലൈഫിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്യാമ്പൊക്കെ ഹെൽപ്പ് ചെയ്യും. NCC എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രവർത്തനമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഡിസിപ്ലിനാണ് മെയിനായിട്ടുള്ളൊരു അതിൻ്റെ മോട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ NCCയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ക്യാമ്പ് കമാൻഡർ കേണൽ വിക്രാന്ത് അധികാരി മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡർ മേജർ ഡീൻ പോൾ, NCC ഓഫീസർമാരായ ഡിനോ അഖിൽ, വിനീത് കുമാർ, ലിഷ CR ലക്ഷ്മി, M നായർ, രാജി രാമകൃഷ്ണൻ, ദിനേശ് രാമകൃഷ്ണൻ, അനിൽ K, അരവിന്ദ്, ഉണ്ണി KG, ആർച്ചാദേവി VS, സന്ധ്യ TS, സുബേന്ദർ മേജർ, പ്രമോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ മേഖലയിൽ വിദഗ്ധരായ വിശിഷ്ട വ്യക്തികളുടെ ക്ലാസ് ഫയറിംഗ്, ആയുധ പരിശീലനം, കായിക മത്സരങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവ ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കുന്നതാണ്.